വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ബീഫ് ദം ബിരിയാണിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ 10-15 അല്ലിയോളം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അത് നന്നായിട്ടൊന്ന് തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളകും, അതേപോലെ ഒരു 1/4 ഭാഗത്തോളം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുന്നത്. അപ്പൊ പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഞാൻ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ബീഫ് ഞാൻ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ഇട്ടെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു മസാല ഫസ്റ്റ് തന്നെ നമ്മൾ വേവിക്കുന്നില്ല. ഇതൊന്ന് ഒരു 10-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മൾ വേവിക്കുന്നത് ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നന്നായിട്ടൊന്ന് വിസിലടിപ്പിക്കുന്നത്. അപ്പൊ ബീഫിന്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വിസിലടിപ്പിക്കാം. ഞാനൊരു 6 മുതൽ 10 വിസിൽ വരെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ബീഫ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ വേഗം ചോറുണ്ടാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 അല്ലി സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളെ പട്ട, ഗ്രാമ്പു, അതേപോലെ തന്നെ ജീരകവും ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന്റെ ഒന്ന് വാടിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ജീരകശാല റൈസ് 2 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ള. ഒരു 10-20 മിനിറ്റ് ഞാൻ അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാനാണ്. അപ്പൊ കുറച്ചധികം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് വെള്ളം ചൂടായി വരുമ്പോൾ ഒരു ചെറിയ നാരങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരു ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ച് ജീരകശാല റൈസ് അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 80% വേവ് മതിയാവും. പിന്നെ നമ്മൾ ദമ്മിടുമ്പോ പിന്നെയും വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് വെന്ത സമയത്ത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ മസാല ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒരു ബിരിയാണി ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 സവാള ആണ് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് തന്നെ കാഷ്യൂ അതുപോലെ മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചെടുക്കാം കേട്ടോ. പിന്നെ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ബാക്കി വന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അതിന്റെ പച്ചമണം മാറി നന്നായിട്ട് നല്ലൊരു സ്മെല്ലായിട്ട് വരും കേട്ടോ. അപ്പത്തേനും നമ്മള് പൊരിച്ച് വെച്ച നമ്മുടെ ഇതൊരു ഉള്ളി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ആ ഒരു ഉള്ളിന്റെ സ്മെല്ലും ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. നന്നായിട്ടൊന്ന് വാടിയതിനു ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ പുതിനയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഇതുപോലെ വേവിച്ച് വെച്ച ബീഫാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ബീഫ് വെള്ളം അതിലൊട്ടും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ബീഫിൽ കുറച്ച് അതിന്റെ ബീഫിൽ തന്നെ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് വറ്റാനായിട്ട് നമുക്ക് സൈഡിലേക്ക് നന്നായിട്ടൊന്ന് തീ ഫുള്ളിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വറ്റിയെടുക്കാം. അപ്പത്തേനും നമ്മൾ കുറച്ചൊരു 10-15 മിനിറ്റോളം മതിയാവും. അപ്പത്തേനും നന്നായിട്ടൊന്ന് വെന്തും കിട്ടും. അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെള്ളം വറ്റിയതിനു ശേഷം നമ്മളെ ചോറ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ചോറ് ദമ്മിടാനാണ് ഇതിനടുത്ത സ്റ്റെപ്പ്. അപ്പൊ നന്നായിട്ട് ചോറ് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് ഒരു സെറ്റ് ഇട്ടതിന് ശേഷം അവിടത്തേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഗരം മസാല ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒരു റൈസിന്. അങ്ങനെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് നമ്മൾ പൊരിച്ച് വെച്ച കാഷ്യൂം അതുപോലെ മുന്തിരിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു
സെറ്റ് ആയതിനു ശേഷം പിന്നെ അതിന്റെ മുകളിൽ തന്നെ അടുത്തൊരു സെറ്റ് ബാക്കി വന്ന ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് തന്നെ ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാഷ്യും ഉള്ളി പൊരിച്ചതും അതേപോലെ നമ്മുടെ പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-20 മിനിറ്റ് ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു നമ്മളെ ഇലകളൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ബാക്കി വന്ന കുറച്ച് ഉള്ളിയും അതുപോലെ കാഷ്യും അതേപോലെ മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ആയതിനു ശേഷം നമ്മളൊരു 10-20 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ദമ്മിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചോറ് ഒരു 80% ആയിരുന്നു വെന്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ദമ്മിടുമ്പോൾ ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഈ ഒരു ബീഫ് ബിരിയാണി ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.